അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, റബീഉൽ അവ്വലിലാണല്ലോ നമ്മൾ നിലനിൽക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട്, ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണം ഹബീബായ കരളിൻ്റെ കരളായ അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ബസറയിൽ താമസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു താബിഈങ്ങളിൽ. ഖാബിസ് ബിൻ റബീഅ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ രൂപസാദൃശ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ ബന്ധപ്പെട്ടവരിൽ ആരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് സാദൃശ്യമുള്ള ഉമ്മയെയോ ഉപ്പയെയോ ഭാര്യയെയോ മക്കളെയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സാദൃശ്യം, അതേ രൂപം ഖാബിസ് ബിൻ റബീഅ താബിഈ റഹ്മഹുല്ലാ അദ്ദേഹത്തിൽ വലിയ പണ്ഡിതനായിരുന്നുവെന്ന് പറയുന്നു. കണ്ടപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജനങ്ങളിടയിൽ ഇത് വളരെ വലിയ ചർച്ചകളായി. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് കരയുകയുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ട് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെങ്കിൽ ഇയാളെ നോക്കുക എന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. നിരന്തരമായ ആളുകൾ ഈ മനുഷ്യനെ കാണാൻ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ വലിയ ബഹളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബും ഇതെല്ലാം അതിരുകടന്ന് അദ്ദേഹത്തിലേക്ക് എത്തിയപ്പോൾ അന്ന് ബസറ ഭരിച്ചിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തിലേക്കും എത്തി. അങ്ങനെ അദ്ദേഹം ഈ മനുഷ്യനെ മുആവിയ റളിയല്ലാഹു അൻഹു അരികിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഈ സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിലിരുന്ന് ക്ലാസ് എടുക്കുകയായിരുന്നു. പല വാതിലുകളുമുണ്ട്. അതിൽ ഒരു വാതിലിലൂടെ ഖാബിസ് ബിൻ റബീഅ റഹ്മത്തുള്ളാഹി കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. ചാടി എണീറ്റ് മുആവിയ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. കണ്ണുകളിടയിലും നെറ്റിയിലും വാരി വാരി ചുംബിച്ച് എന്നാണ് പറയുന്നത്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. എന്നിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ആ മനുഷ്യന് അത്യാവശ്യം സ്ഥലവും എല്ലാം കൊടുത്തു പറഞ്ഞു വിടുകയും ഉണ്ടായി എന്നാണ് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം